കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ഡൽഹിയിൽ രണ്ടാം ഘട്ടത്തിലേക്ക്. തർക്കം രൂക്ഷമായ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പദവിക്കായി അവകാശവാദം ഉന്നയിക്കുന്ന നേതാക്കളുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കൂടിക്കാഴ്ച നടത്തുന്നു. ഖാർഗെയുടെ വസതിയിലെ നിർണായക യോഗത്തിൽ രാഹുൽ ഗാന്ധിയും പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് തന്നെ തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷ പങ്കുവച്ച് യോഗത്തിനെത്തിയ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ശരത് ലാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ശരത് ലാൽ, എന്തായാലും നിർണായകമായിട്ടുള്ള യോഗമാണ്. അതിൽ ഇപ്പോൾ എങ്ങനെയാണ് യോഗം ആരംഭിച്ചിട്ടുണ്ടോ? ഏതൊക്കെ നേതാക്കളാണ് അവിടേക്ക് എത്തിയിരിക്കുന്നത്? അതടക്കമുള്ള വിവരങ്ങൾ നൽകാം. സ്വാതി, യോഗം ആരംഭിച്ചു കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ യോഗത്തിലേക്ക് എത്തിയത് രാഹുൽ ഗാന്ധിയാണ്. അല്പനിമിഷങ്ങൾ മുമ്പാണ് രാഹുൽ ഗാന്ധി യോഗ സ്ഥലത്തേക്ക് എത്തിയത്. കാരണം ഈ വളരെ നിർണായകമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചുള്ള കേരളം. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പ്രശ്നങ്ങളിൽ രാഹുൽ ഗാന്ധി നേരിട്ട് തന്നെ സമവായ ചർച്ചകളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ VD സതീശൻ, രമേശ് ചെന്നിത്തല, അതേപോലെ തന്നെ KC വേണുഗോപാൽ, അതേപോലെ ഈ തുടങ്ങിയ നേതാക്കളും, അതേപോലെ തന്നെ നിരീക്ഷകരായ മുഗൾ വാസനിക്ക, അജയ് മാക്കൻ എന്നിവരെ യോഗത്തിനെത്തിയിട്ടുണ്ട്. മല്ലികാർജ്ജുന ഖാർഗെയാണ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. ഇതിൽ ഹൈക്കമാൻഡിൻ്റെ സമവായ നിർദ്ദേശം അല്ലെങ്കിൽ എന്തെങ്കിലും ഫോർമുല ഇക്കാര്യത്തിലേക്ക് ഹൈക്കമാൻഡ് പറയുമോ എന്നതാണ് നമുക്കറിയേണ്ടത്. ഹൈക്കമാൻഡ് വളരെ വലിയ വൃത്തത്തിലാണ്. കാരണം കേരളത്തിൽ ഉണ്ടാകുന്ന ഇതിൻ്റെ പേരിലുണ്ടാകുന്ന കോലാഹലങ്ങൾ, പ്രകടനങ്ങൾ, ഫ്ലക്സ് യുദ്ധം, ഇതിൽ രാഹുൽ ഗാന്ധി അതേപോലെ തന്നെ മല്ലികാർജ്ജുന ഖാർഗെയും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്, അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. കാരണം കേരളത്തിൽ VD സതീശന് വേണ്ടി ഉയർന്ന ജനവികാരം എന്നതൊക്കെ ഇക്കാര്യത്തിൽ ശ്രദ്ധയിൽപ്പെട്ടു എന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും ഇന്നത്തെ യോഗത്തിൽ 3 വിഷയങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടാവുക. KC വേണുഗോപാലിൻ്റെ മുഖ്യമന്ത്രിയാവോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. അതേപോലെ തന്നെ VD സതീശൻ മുഖ്യമന്ത്രിയാവോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. രമേശ് ചെന്നിത്തലയുടെ റോളെന്ന് അദ്ദേഹത്തിന് ഒരു കോംപ്രമൈസ്, അതായത് ഒരു മധ്യസ്ഥ മുഖ്യമന്ത്രിയായിട്ട് നിലവിൽ വരുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. ഈ തീരുമാനമൊക്കെ ഇന്ന് തന്നെ എടുക്കും എന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമായും 3 ഘടകങ്ങളാണ് ഈ നിരീക്ഷകരുടെ റിപ്പോർട്ടിൽ അടിസ്ഥാനമാക്കി ശുപാർശ ചെയ്തിരിക്കുന്നത്. ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിൽ പാർലമെൻ്ററി അംഗങ്ങളുടെ, അതായത് പാർലമെൻ്ററി ബോർഡ് ഉണ്ടാക്കിയ അംഗങ്ങളുടെ കാര്യങ്ങൾ, അതൊന്ന് പ്രധാനമായിട്ടും അംഗങ്ങളുടെ എണ്ണം, നിയമസഭാ അംഗങ്ങളുടെ എണ്ണം, അത് സംബന്ധിച്ച നിരീക്ഷകരുടെ റിപ്പോർട്ട്. രണ്ടാമത്തത് ഘടകകക്ഷികളുടെ നിലപാട്, ആരായിരിക്കണം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി. കാരണം UDF എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ആദ്യത്തെ സഖ്യകക്ഷിയാണ്, ഒരു സംവിധാനമാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ അത്തരമൊരു ഇന്ത്യ സഖ്യമൊക്കെ വരുന്നതിന് മുമ്പേ ആദ്യത്തെ ഒരു സംവിധാനമാണ്. അത് സംബന്ധിച്ച ഘടകകക്ഷിയുടെ അഭിപ്രായം, 3 ജനങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ ജനവികാരം, ഈ 3 കാര്യങ്ങളും പരിഗണിച്ച് മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഖാർഗെയുടെ വസതിയിൽ നമുക്ക് കാണാൻ പറ്റും KC വേണുഗോപാലിൻ്റെ വാഹനമുണ്ട്, അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ വാഹനമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ നിർണായകമായ ഒരു മീറ്റിംഗ് യോഗം എന്ന് പറയാം. കാരണം ഈ യോഗത്തിലാണ് അടുത്ത 5 വർഷത്തേക്ക് ആര് ഭരിക്കും എന്ന് നിശ്ചയിക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളിലും മാറുന്നുണ്ട്. 102, അതായത് മിന്നും വിജയം നേടിയ ആസാമിലൊക്കെ പരാജയം വനത്ത കോൺഗ്രസിനെ പിടിച്ചു നിൽക്കാനുള്ള ഏറ്റവും വലിയ അത്താണിയാണ് കേരളത്തിലെ ഭരണം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഭരണത്തിൽ ഒരു പ്രശ്നമുണ്ടാക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് താല്പര്യമില്ല. കേരളത്തിലെ ജനവിധി അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടായിരിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് സുതാര്യമായ നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ പോയത്. 4-ാം തീയതി ഫലം വന്ന ഉടനെ പിറ്റേന്ന് തന്നെ നിരീക്ഷകരെ അയക്കുന്നു. അത് കഴിഞ്ഞ് 24 മണിക്കൂറിന് ശേഷം നിരീക്ഷകർ റിപ്പോർട്ട് കൊടുക്കുന്നു. അതിൻ്റെ അടുത്ത ദിവസം പ്രധാനപ്പെട്ട 3 പേരെയും വിളിച്ചു വരുത്തി രാഹുൽ ഗാന്ധിയും ഖാർഗെയും കൂടി ചർച്ച ചെയ്യുന്നു. എന്തായിരിക്കും രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം, ആർക്കാണ് നറുക്കു വീഴുക, 1-ാം നമ്പർക്കാർ ഡൽഹിയിൽ നിന്ന് ഇന്ന് തിരിച്ചു പോകുന്ന ഇവരിൽ 3 പേരിൽ ആർക്കായിരിക്കും 1-ാം നമ്പർ കാറാനുള്ള അവസരമുണ്ടാകുക, 5 വർഷം കേരളം ഭരിക്കാനുള്ള അവസരമുണ്ടാകുക എന്നതാണ് ഈ യോഗത്തിൻ്റെ നിർണായകം. യോഗം ഏതായാലും ആരംഭിച്ചു കഴിഞ്ഞു. യോഗം എത്ര സമയം നീളുമെന്ന കാര്യത്തിൽ നമുക്ക് കാര്യങ്ങൾ പറയാനില്ല. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, മല്ലികാർജ്ജുന ഖാർഗെ VD സതീശനെയും അതുപോലെ തന്നെ KPCC അധ്യക്ഷനെയും വിളിച്ച് കേരളത്തിലെ നേതാക്കളെയൊക്കെ വിളിച്ച് കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്, കേരളത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് ടെലിഫോണിൽ കൂടി ഇന്ന് ഉച്ചക്ക് ആരാഞ്ഞിരുന്നു. അതിൽ കേരളത്തിൽ നടക്കുന്ന പ്രകടനങ്ങളിലും കേരളത്തിൽ നടക്കുന്ന ജനപ്രകടനങ്ങളിലൊക്കെ തന്നെ അതൃപ്തി അല്ലെങ്കിൽ ആശങ്ക അദ്ദേഹം ഇവരോടൊക്കെ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനവികാരം വലിയൊരു
വലിയൊരു അല്ലെങ്കിൽ ജനവികാരം കണക്കിലാക്കും, അല്ലെങ്കിൽ ജനവികാരം ഉണ്ട് കേരളത്തിൽ എന്നുള്ളത് കോൺഗ്രസ് ഹൈക്കമാൻഡിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇന്ന് ഇവിടെ ഈ 10-ാം നമ്പർ രാജാജി റോഡിലുള്ള AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിലെടുക്കും. അതിനുവേണ്ടി കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്ന 3 പേരും ഇവിടെ എത്തി. രമേശ് ചെന്നിത്തല വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, തൻ്റെ സീനിയോറിറ്റി പരിഗണിച്ചില്ലെങ്കിൽ താൻ മന്ത്രിസഭയിലേക്കില്ല. ഇത് തന്നെയാണ് VD സതീശനും പറയുന്നത്. താൻ ജോലി ചെയ്തു, ഇനിയും ജോലി ചെയ്യാൻ തയ്യാറാണ്. അതിന് സർക്കാരോ അല്ലെങ്കിൽ സർക്കാരിനെ നയിക്കാനുള്ള അവസരം തരണം, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു ആര് നയിച്ചാലും കൂടെ ഒരു പടയാളിയായി കൂടെ ഉണ്ടാവും എന്ന ഒരു വാക്കാണ് VD സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഖാർഗെയുമായി നടന്ന ടെലിഫോൺ സംഭാഷണത്തിൽ ഇനി ഇവരെ ഓരോരുത്തരെ വിളിച്ച് ഖാർഗെയും അതേപോലെ മല്ലികാർജ്ജുന ഖാർഗെയും AICC അധ്യക്ഷനും രാഹുൽ ഗാന്ധിയും നിരീക്ഷകരും ഓരോ വ്യക്തികളെ ഈ 3 പേരെയും വിളിച്ച് സംസാരിക്കും. അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി ആദ്യമായിട്ട് രമേശ് ചെന്നിത്തലയായിരിക്കും വിളിക്കുക എന്നതാണ് നമുക്ക് ലഭിച്ച വിവരം. സണ്ണി ജോസഫിന് ഇതിൽ വ്യക്തമായ റോളില്ല. KPCC അധ്യക്ഷൻ എന്ന നിലയിലുള്ള റോൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയുക, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന നിലക്ക് നമുക്ക് പറയാൻ കഴിയുക, AICC അധ്യക്ഷൻ്റെ തീരുമാനവും രാഹുൽ ഗാന്ധിയുടെ തീരുമാനവും ഈ ചർച്ചയിൽ നിർണായകമാണ്. രാഹുൽ ഗാന്ധിയുടെ ബോഡി ലാംഗ്വേജ്, അല്ലെ രാഹുൽ ഗാന്ധി ഈ യോഗത്തിലേക്ക് കയറിപ്പോകുന്നത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മളൊക്കെ ആ വിഷ്വലിൽ അല്ലെങ്കിൽ ആ ദൃശ്യങ്ങളിൽ കാണാം. വാഹനത്തിൽ നിന്ന് വളരെ സന്തോഷവാനായി, അല്ലെങ്കിൽ തനിക്ക് ഈ പ്രശ്നം വളരെ എളുപ്പത്തിൽ തീർക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലൂടെയാണ് രാഹുൽ ഗാന്ധി ഖാർഗെജിയുടെ വീട്ടിലേക്ക് കയറിപ്പോകുന്നത്. അത് വിഷ്വലുകളിൽ നമുക്ക് ദൃശ്യമാകുന്ന ഒരു സംഭവം അതാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമായും നമുക്ക് പറയാൻ കഴിയുന്നത്, ഇപ്പോൾ ഇവിടെ വെച്ച് കേരളം ആര് ഭരിക്കും എന്ന കാര്യത്തിൽ ഒരു തീരുമാനമാകും. സ്വാതി, ഏതായാലും ഒരു കാര്യം നമുക്ക് വ്യക്തമായി പറയാം, ഇന്നത്തോടെ പ്രശ്നം തീർക്കും എന്നാണ് യോഗത്തിന് മുമ്പ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞത്. VD സതീശനും പരസ്യമായി പ്രതികരിച്ചില്ലെങ്കിൽ ഇന്ന് താൻ മടങ്ങും ചർച്ച ചെയ്ത് കഴിഞ്ഞ ശേഷം എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും രമേശ് ചെന്നിത്തല ഇന്ന് മടങ്ങാനുള്ള ടിക്കറ്റും രമേശ് ചെന്നിത്തല ബുക്ക് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യത്തിൽ ഇവർക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഇന്ന് പ്രശ്നം തീരുമെന്നുള്ളത്. അത് സമവായമാണോ, അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി വരുമോ, ആഭ്യന്തരം വരുമോ, ധനകാര്യമന്ത്രം എടുക്കുമോ തുടങ്ങിയ സമവായ ചർച്ചകളിലേക്ക് ആര് മുഖ്യമന്ത്രിയായാലും പൂർണ്ണമായ അധികാരം ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ അധികാരം വിഭജിച്ചുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പ് ഫോർമുലയൊക്കെ കാര്യങ്ങൾ പോകും. VD സതീശൻ മുഖ്യമന്ത്രി ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആയാൽ പോലും ഇത്തരത്തിലുള്ള ഹൈക്കമാൻഡ് ഇടപെടലുള്ള ഒരു സമവായ ഫോർമുല അംഗീകരിക്കേണ്ടി വരും. ആ ഫോർമുലയാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് 3 പേരും പരസ്പരം അംഗീകരിക്കില്ല എന്ന് വന്ന ഒരു അവസ്ഥയിൽ എന്താണ് സമവായ ഫോർമുല എന്ന് നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അത് രാഹുൽ ഗാന്ധിയുടെയും ഖാർഗെജിയുടെ കയ്യിലാണ് ആ ഫോർമുല ഇവർക്ക് മുമ്പിൽ വെക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇത് സംബന്ധിച്ച വിശദവിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. സാദി, ഏതായാലും യോഗം തുടങ്ങിക്കഴിഞ്ഞു. യോഗത്തിൽ ആദ്യമായിട്ട് വിളിക്കുന്നത് രമേശ് ചെന്നിത്തലയായിരിക്കും എന്നാണ് നമുക്ക് കിട്ടുന്ന ഉള്ളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മറ്റുള്ളവരെ എന്തായാലും നിർണായകമായിട്ടുള്ള യോഗം ആരംഭിച്ചിരിക്കുന്നു. ആദ്യം രമേശ് ചെന്നിത്തലയെ നേരിട്ട് കാണും ഖാർഗെ. രാഹുൽ ഗാന്ധിയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 3 നേതാക്കന്മാരെയും കാണും. KPCC പ്രസിഡന്റും അവിടെയുണ്ട്. എന്തായാലും ഈ യോഗത്തിന് ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.